ക്രിസ്തുനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കുന്ന വചനം സങ്കീർത്തനം 107 അതിൽ 1 എന്നുള്ള വാക്യങ്ങൾ. ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവൻ പറയുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവിടുന്ന് നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മഹാദയയും കരുണയും മഹാവിശ്വസ്തയും ഉള്ളവനാണ് യഹോവ, നമ്മുടെ കർത്താവ്. ആകയാൽ ആ കർത്താവിന് നിരന്തരം സ്തോത്രം ചെയ്യുവാൻ, നന്ദി പറയുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ മക്കളെന്ന നിലയ്ക്ക് നമുക്കാകണം. അവിടുന്ന് തൻ്റെ മഹാകൃപയാൽ, കരുണയാൽ നമുക്ക് ദൈവമക്കളാകുവാൻ അധികാരവും അവകാശവും തന്നു. ആകയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും, പഠനകാര്യത്തിലാകാം, സാമ്പത്തിക മേഖലയിലാവാം, ജോലി മേഖലയിലാവാം, കുടുംബത്തെ സമാധാനമാകാം, എന്ത് ദൈവത്തിൽ നിനക്ക് ലഭിച്ചു അതിന് നിരന്തരം നന്ദിയുള്ളവരായി, നന്മ നിറഞ്ഞ മനസ്സോടെ കർത്താവിന് മുമ്പിൽ നന്ദിയുള്ളവരായി, നന്ദി നിറഞ്ഞവരായി നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം. അത് ദൈവത്തിന് വളരെ സ്വീകാര്യമാണ്. നമ്മൾ നന്ദിയുള്ളവരും സന്തോഷമുള്ളവരായിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ചെറിയ നന്മകളും വലിയ നന്മകളും എല്ലാം തിരിച്ചറിഞ്ഞ് അവിടുത്തെ നിരന്തരം സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കുവാനാകണമേ. കർത്താവ് യേശു ക്രിസ്തു വഴി കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.